അഫ്സൽ, SFI കേന്ദ്ര കമ്മിറ്റി അംഗം നമുക്കൊപ്പം. അഫ്സല്, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വന്നപ്പോൾ ഡൽഹിയിൽ പോലും പ്രതിഷേധമുണ്ടാക്കിയ നിങ്ങൾ, SFI നാട്ടിലുണ്ടോ ഇപ്പോ? SFI നാട്ടിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ SFI നടത്തുന്ന സമരപ്രക്ഷോഭ പരിപാടികളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ പ്രശ്നങ്ങളും കൂടെ നിങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ആ ചോദ്യത്തെ തികച്ചും ലാഘവത്തോടു കൂടി തള്ളുകയാണ്. ഇവിടെ കുറച്ച് വൈകിയാണ്, കുറച്ചധികം വൈകിയാണ് നിങ്ങളുടെ ക്യൂ എത്തിയെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വൈകി കയറേണ്ടി വന്നത്. ഇവിടെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്താ എനിക്കറിയില്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം 9ാം ക്ലാസ്സിലെയും +1ലെയും ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെയും ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു. SFI വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ, ആ ദിവസം തന്നെ SFIയുടെ നിലപാട് വളരെ കൃത്യമായി വെളിപ്പെടുത്തിയാണ് SFI സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന ഭാരവാഹികൾ പത്രപ്രസ്ഥാനം കൊടുത്താണ്. നിങ്ങളത് വാർത്ത കൊടുത്തത് എനിക്കറിയില്ല. SFI ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ കേരളം ഇന്നേ വരെ നേടിയ വിദ്യാഭ്യാസ മേഖലയുടെ നേട്ടം, ആ മെറിച്ച്, അത് ഉയർത്തിപ്പിടിക്കുന്ന ഇടപെടൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. നല്ല അന്വേഷണം കൊണ്ടുവരണം. അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല, അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം. അത് കണ്ടെത്തിയില്ലെങ്കിൽ, അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ, കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് SFI ഇറങ്ങുമെന്ന് SFI അന്നേ ദിവസം തന്നെ പത്രപ്രസ്ഥാനം സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവതരമായ വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ UDF സർക്കാർ ഭരിക്കുന്ന കാലത്താണ് ഇത്തരം മോശ അനുഭവങ്ങൾ, SLC ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോരുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് മാഫിയ പ്രവർത്തനം നടത്തുന്ന ഇത്തരം മാഫിയകൾക്ക് ഇടമുണ്ടാകുന്നു, അതിന് ചിലർ കുടപിടിക്കുന്നു എന്നുള്ളത് ഗൗരവമായ വിഷയമാണ്. അതിനെ സംബന്ധിച്ച് നല്ല അന്വേഷണം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫലവത്താകുമെന്ന് തന്നെയാണ് SFI കാണുന്നത്. അല്ല, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടെങ്കിൽ വലിയ സമരത്തിലേക്ക് SFI പോവുകയും ചെയ്യും. അഫ്സല്, SSK എന്ന ഏജൻസി ചോദ്യം തയ്യാറാക്കുന്നു, അവിടെ നിന്ന് ഔട്ട്സോഴ്സ് കൊടുക്കുന്നു, അവിടെ നിന്ന് ചോദ്യപേപ്പർ ചോരുന്നു. SSKയിലുള്ളതെല്ലാം KSTയിലെ ഭാരവാഹികളാണ്. അതായത് ഈ ലിങ്ക് KSTയിലേക്ക് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തിന് അറിയാത്ത കാര്യങ്ങളല്ല. അത് KST ആണെങ്കിലും SSKയിലും KSTയുടെ സാന്നിധ്യമുണ്ട്. അതായത് ഇടതുപക്ഷ മാഫിയയാണ് ഈ ട്യൂഷൻ സെന്ററിന്റെ പിറകിൽ നിന്നാണ് പറയപ്പെടുന്നത്. ഇനി സൈലം ആണ് KSTയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്പോൺസർഷിപ്പ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു. MS സൊല്യൂഷന്റെ CEO പഴയ SFIക്കാരനാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതായത് ഇടതുപക്ഷവുമായിട്ട് ഇത്ര ബന്ധമുണ്ട് ഈ എല്ലാ തലത്തിലും. അത് ഓൺലൈൻ ട്യൂഷൻ സെന്റർ ആവട്ടെ, ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്ന ഏജൻസി ആവട്ടെ, അത് ഇതിനകത്ത് ഇടപെടുന്ന KSTA ഭാരവാഹികളാകട്ടെ, അതായത് ഇതൊന്നും അറിയാതെ എവിടെ നോക്കിയോ ഇത് ചോർന്നു പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ദഹിക്കും എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട അപർണ, ഇത് എങ്ങനെയൊക്കെയോ ചോർന്നു പോയി എന്നുള്ള വിഷയമല്ലല്ലോ SFI ഉന്നയിച്ചത്. ഇത് വെറുതെ ചോർന്നു പോകാൻ ഇത് വോട്ടുപാത്രത്തിൽ ഒഴിച്ച വെള്ളം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ചോരലല്ല, വെറുതെ ചോറുന്നതല്ല, ചോർത്തുന്നതാണ്. ഇത് മാഫിയ പ്രവർത്തനമാണ്. ഇത് കേരളത്തിൽ വളരെ SFI നടത്തിയ വലിയ സമരങ്ങളുടെയും ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടലുകളെയും തുറന്ന് ഇത് ഈ മാഫിയയെ ഇല്ലാതാക്കിയതാണ്. ആ മാഫിയ ഓൺലൈൻ വിദ്യാഭ്യാസം കോവിഡിന് ശേഷം കരുത്താർജിച്ചു വന്ന ഈ കാലത്ത് ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററുകൾ പലതും പൂട്ടിപ്പോയി ഓൺലൈൻ ട്യൂഷൻ സെന്റർ വ്യാപകമായി ആരംഭിച്ച അന്ന് അഫ്സൽ അടക്കമുള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്തേ ഇല്ലാതാക്കിയത്? 6 മാസം വാലിഡിറ്റി മാത്രം ഉള്ളായിരുന്നോ? നിങ്ങളുടെ ഇല്ലാതാക്കുന്ന 6 മാസത്തെ വാലിഡിറ്റി അനുവദിക്കാൻ അതാണ് ഇത് ഇല്ല. SFI ഒരു നിലപാട് പറയുമ്പോൾ ആ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്നാണ് പറയുന്നത്. ശ്രീ അപർണ, ഞാൻ വളരെ വൈകി അരമണിക്കൂറിന് ശേഷമാണ് ചർച്ചയ്ക്ക് വരുന്നത്. എന്റെ കുറവല്ല, നിങ്ങളുടെ ടീം എത്തതിന് ഭാഗമായിട്ടാണ്. ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇടപെടുമ്പോൾ നിങ്ങൾ അതൊന്ന് തടയാനുള്ള മാന്യത കാണിക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ 2005 UDF സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് രാജിവെച്ചത്? 2005 SLC ചോദ്യപേപ്പർ ചോർന്നതിന്റെ ഭാഗമായിട്ട് CBI അന്വേഷണത്തിൽ ശിക്ഷിക്കപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? E.T. മുഹമ്മദ് ബഷീറിന്റെയും നാരായണ സൂപ്പിയുടെയും ഏറ്റവും ഒടുവിൽ അബ്ദുൾ റബ്ബിന്റെയും കാലത്ത് പൊതുപരീക്ഷകൾ എങ്ങനെയാ കേരളത്തിൽ നടന്നത്? അങ്ങനെ നടക്കേണ്ടതല്ല. ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ല ബോധ്യമുള്ള ആളുകളാണ് SFI. ആ കാലത്ത് വലിയ സമരങ്ങൾ SFI ഉയർത്തിക്കൊണ്ടുവന്ന വലിയ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൽ
UDF സർക്കാർ വിൽക്കാൻ വെച്ച പൂട്ടാൻ വെച്ച പൊതുവിദ്യാഭ്യാസ മേഖല ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് SFI നടത്തിയ സമരത്തിന്റെയും ഇടതുപക്ഷ സർക്കാരുകൾ തുടർന്ന് നടത്തിയ ഇടപെടലുടെയും ഭാഗമായിട്ടാണെന്നുള്ള നല്ല ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളാകെ. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വലിയ സ്നേഹവും വലിയ അനുകമ്പയും വലിയ താല്പര്യവുമാണ് UDFകാർക്ക് ചാനൽ ചർച്ചയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന UDF നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെ എവിടെയാണ് പഠിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഇവിടെ സ്നേഹം. ഞാൻ ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ല, മൊത്തത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കാലത്ത് ഒരു മലാപ്പറമ്പ് സ്കൂളുണ്ട്, മലപ്പുറം ജില്ലയിലെ മങ്ങാട്ടുമുറി സ്കൂളുണ്ട്. ഈ മലാപ്പറമ്പ് സ്കൂളും മങ്ങാട്ടുമുറി സ്കൂളും PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് പൊളിച്ചു കളഞ്ഞ സ്കൂളാണ് മലാപ്പറമ്പ്, അടച്ചുപൂട്ടിയ സ്കൂളാണ് മങ്ങാട്ടുമുറി. മേഖലയെ ഒരുപോലെ അവകാശപ്പെടാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ പാരിറ്റി കണ്ണാടി നോക്കിയിട്ടാണോ പറയുന്നത്? എനിക്ക് സംശയമുണ്ട്. അല്ലല്ല, ഞാൻ ക്ലിയർ ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ അഫ്സലെ. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർക്കാരിനെതിരെ ആരോപണം വരുന്നു. നിങ്ങളുടെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങളുടെ ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു? കൃത്യമായി പറയാമോ? അല്ലാതെ വെറുതെ കാടും പടത്തും തല്ലി ഇതാ 75-ൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ സ്കൂളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോവാതെ നാണമാവുന്നില്ലേ? അടിയന്തരാവസ്ഥ കാലത്തല്ല, നിങ്ങൾ ഉമ്മൻചാണ്ടി, നിങ്ങളുടെ പുണ്യാളൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിങ്ങൾ വലിയ ആരാധനയോട് കൊണ്ട് നടക്കുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തല്ലേ SLC പരീക്ഷ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഇപ്പോഴത്തെ ചോദ്യപേപ്പർ ചർച്ചയിൽ എന്താണ് നിലപാടെന്നുള്ളതാണ്. 2023 ഇതേ സമാനമായ ആരോപണം വന്നു, അന്വേഷണം നടന്നു, ഒരു നടപടിയും ഉണ്ടായില്ല. അവിടെ പറ 2023 പറഞ്ഞിട്ട് 2024 നമുക്ക് 75 പിന്നെ പോ. നിങ്ങൾ 2023 ആരോപണമാണ് വന്നത്. ചോദ്യപേപ്പർ ചോർന്നു എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെളിവും വന്നിട്ടില്ല. 2024 ഈ ക്രിസ്മസ് പരീക്ഷയുടെ കാലത്താണ് ചോദ്യപേപ്പർ ഈ പറഞ്ഞ പോലെ വ്യാപകമായി ട്യൂഷൻ സെന്ററുകളും കൊടുക്കുന്ന ചോദ്യപേപ്പറുകൾ അതിന്റെ ഭാഗമായി വരുന്ന അവർ നടത്തുന്ന മാതൃകാ പരീക്ഷകളുടെ ഭാഗമായി വരുന്ന ചോദ്യപേപ്പറുകളുടെ ചോദ്യങ്ങൾ പല സമയത്തും പലയിടങ്ങളിലും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. അത് കോയിൻസിഡൻസ് അല്ല, ഇത് ചോദ്യപേപ്പർ ചോർത്തലാണ്. ഇത് കൂടുതൽ ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വലിയ സമരത്തിലേക്ക് പോകുമെന്ന് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ UDFകാരാണ് ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി UDF സർക്കാർ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കേരളത്തിലെ SLC പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് ആര് ഭരിക്കുന്ന കാലത്താണ്? LDF ഭരിക്കുന്ന കാലത്താണോ? SLC പരീക്ഷയുടെ ഉത്തരം 2 തവണ പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് ആര് ഭരിക്കുന്ന കാലത്താണ്? UDF ഭരിക്കുന്ന കാലത്താണ്. ഇതിനെതിരെ സമരം ചെയ്തവരാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് കഴിഞ്ഞ 8 കൊല്ലത്തെ SFIയുടെ അനുഭവം, ഈ കേരളത്തിന്റെ അനുഭവം, ഇടതുപക്ഷം പൊതുവിദ്യാഭ്യാസ മേഖലക്ക് വേണ്ടി 1000 ചെലവഴിക്കുന്ന ഇത്രയും പ്രതിഷേധങ്ങൾ വരുമ്പോഴും അഫ്സലെ ഞാൻ ചോദിക്കുന്നത് അതാണ്, ഇത് UDF കാലത്തായിരുന്നു ഈ ട്യൂഷൻ സെന്ററുകൾക്കൊക്കെ എന്ത് പറ്റുമായിരുന്നു? ഇത് UDFന്റെ കാലത്തായിരുന്നെങ്കിൽ ഈ ട്യൂഷൻ സെന്ററുകൾക്കെതിരെ നിങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമായിരുന്നില്ലേ? സർക്കാരാണ് ഇതിന് പിറകിലെന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമായിരുന്നില്ലേ? ആ ധാർമ്മികതയൊന്നും SFIക്ക് ഇപ്പോഴില്ലേ? അല്ല, ഇവിടെ നമ്മൾ ഒരു വിഷയത്തെ പരിഗണിക്കേണ്ടത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ മുൻകാലങ്ങളെടുത്ത സമീപനത്തെ തുടർന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 8 വർഷക്കാലമായി പൊതുവിദ്യാഭ്യാസ മേഖല സ്വീകരിക്കുന്ന സമീപനം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതാണ്. ആയിരക്കണക്കിന് പൊതുവിദ്യാഭ്യാസ മേഖലയെ അങ്ങനെയല്ല
എങ്കിലും നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. അത് പറയാം സല, ആ വിഷയം പറ, ആ വിഷയത്തിലേക്ക് എടുത്തില്ലെങ്കിൽ സമരത്തിലേക്ക് SFI ഇറങ്ങും. SFI സമരത്തിലേക്ക് ശരി, നമ്മുടെ ഒരു വിഷയത്തെ പരിശോധിക്കേണ്ടത് ഒരു സർക്കാർ എടുക്കുന്ന സമീപനത്തോട് ശരി.